തൃശൂരിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ ഇരുമുഖങ്ങൾ പുറത്തായിക്കൊണ്ടിരിക്കുകയാണ്. സുരേഷ് ഗോപിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ബീഫ് കഴിക്കുമോ എന്ന ചോദ്യത്തിന് സുരേഷ് ഗോപിയോട് ചോദിച്ചാൽ സുരേഷ് ഗോപിയുടെ മറുപടി എന്തായിരിക്കും? ഒരിക്കലും ബീഫ് ഞങ്ങൾ കഴിക്കില്ല, ഞങ്ങളുടെ വീട്ടിൽ പോലും ബീഫ് കഴിക്കില്ല എന്നായിരിക്കും മറുപടി. സുരേഷ് ഗോപി, നിങ്ങൾ തൃശൂരിലെ ജനങ്ങളെ പറ്റിക്കുകയാണോ? തൃശൂരിലെ ജനങ്ങളെ പൊട്ടന്മാരാക്കുകയാണ് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കേവലം ഒരു വോട്ടിന് വേണ്ടി തൃശൂരിലെ ജനങ്ങളെ വെച്ചുകൊണ്ട് ഒരു പൊറാട്ട നാടകം നടത്തുകയാണോ സുരേഷ് ഗോപി? സുരേഷ് ഗോപി ആദ്യം നമുക്ക് വീഡിയോ ഒന്ന് കാണാം. ഞാനൊരു പൗരനെന്ന നിലയ്ക്ക് നിയമം എന്താണോ അനുശാസിക്കുന്നത് അത് ഞാൻ അനുസരിക്കും. അല്ല, അതൊന്നും എനിക്കറിയത്തില്ല. നടപ്പിലാക്കിയാൽ അനുസരിക്കും. അല്ലെങ്കിൽ ഞങ്ങളാരും കഴിക്കാറില്ല, ഞങ്ങളുടെ വീട്ടിൽ ഇത് കയറ്റാറുമില്ല. ഞങ്ങളാരും കഴിക്കാറില്ല, ഞങ്ങളുടെ വീട്ടിൽ ബീഫ് കയറ്റാറ് പോലും ഇല്ല എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. സുരേഷ് ഗോപി ജനങ്ങളെ പറ്റിക്കുകയാണോ എന്നാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ ചോദിക്കാനുള്ളത്. എന്തായാലും തൃശ്ശൂരിലെ ഒരുപാട് പള്ളികളിലും പല വ്യത്യസ്ത മതത്തിലുള്ള ഒരുപാട് ആചാരങ്ങളിലുമൊക്കെ സുരേഷ് ഗോപി പോയിക്കൊണ്ട് ജനങ്ങളെ പറ്റിക്കുകയാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഞാൻ ഈ സുരേഷ് ഗോപി ഇതിനു മുമ്പ് കൊടുത്ത ഒരു ഇന്റർവ്യൂവിലുള്ള മറ്റൊരു വീഡിയോ കൂടി കാണാം. ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാവും സുരേഷ് ഗോപി ജനങ്ങളെ പറ്റിക്കുകയാണ്. അമ്പലത്തിൽ പോയിട്ട് ഒരാഴ്ചക്ക് മുമ്പ് പഞ്ചസാര വെച്ച് തുലാഭാരം നടത്തി. അതെന്റെ ഫേഷ്യൽ പാൽസി വന്നതിന് ശേഷം വിജയ് മാധവ്, അയാളുടെ അനിയത്തി നന്ദിനി, എല്ലാരും കൂടെ നേർന്നിട്ട് നടത്തിയ തുലാഭാരമാണ്. അന്നേരം അവിടെ ഞാൻ പൈസ അടച്ചത് 97 കിലോഗ്രാം പഞ്ചസാരക്കാണ്. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായി. അയ്യോ, 94 97 പോയോ? 4 ദിവസം കഴിഞ്ഞ് വീണ്ടും അവിടെ എത്തി തീർത്ഥം കൊണ്ട് തുലാഭാരം നടത്തി. അപ്പോഴും 97 തന്നെയാണ്. കുറച്ച് താഴണമല്ലോ, അതുകൊണ്ട് കുറച്ച് കൂടുതലാവുമല്ലോ എന്തായാലും എന്ന് പറഞ്ഞൂടാ. അത് അവര് ചിലപ്പം സുരേഷ് ഗോപിയല്ലേ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് 97 ആയിട്ട് പറഞ്ഞതാണെങ്കിൽ. അപ്പൊ ഈ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് ഈ നവംബർ 5 ഒരു ഷോയ്ക്ക് വേണ്ടി സൂറിക്കിൽ പോയിട്ട് അവിടെ ബീഫും പോർക്കും മാത്രമേ ഉള്ളൂ. പോർക്ക് തുടർന്ന് പ്രശ്നമില്ല, ബീഫ് അല്ലെങ്കിൽ പിന്നെ കുറച്ച് ഇലകളൊക്കെ കഴിക്കേണ്ടി വരും. അത് എന്റെ ടേസ്റ്റ് ബഡ്സ് ചിലപ്പോ എനിക്ക് കരണത്തെ അടിയ തരും കഴിച്ചിട്ട് ബീഫ് 4 ദിവസം കഴിച്ചതിന്റെ ഒരു അതിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ബീഫ് 4 ദിവസം കഴിച്ചതിന്റെ ഹാങ് ഓവറിലാണ് എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ബി.ജെ.പിക്കാർ കേൾക്കുന്നുണ്ടല്ലേ? സുരേഷ് ഗോപിയുടെ വോട്ട് ചെയ്യാൻ വരുന്ന ബി.ജെ.പിക്കാർ ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലേ? പല പ്രസ്താവനകൾ നടത്തുകയാണ് ബി.ജെ.പി. സുരേഷ് ഗോപി എന്തിനാണ് ജനങ്ങളെ പറ്റുകയാണ് സുരേഷ് ഗോപി? എന്തിനാണ് സുരേഷ് ഗോപി എന്തിനാണ് ബീഫ് കഴിക്കില്ല എങ്കിൽ കഴിക്കില്ല എന്ന പ്രസ്താവനയുമായി നിൽക്കണം, പിന്നീട് ഒരു മാറ്റം ഉണ്ടാവരുത്. ഇതിപ്പോ പറഞ്ഞിരിക്കുകയാണ് 4 ദിവസം ബീഫ് കഴിച്ച് അതിന്റെ ഹാങ് ഓവറിൽ ആണ് സുരേഷ് ഗോപി നിൽക്കുന്നത് എന്നാണ് ഈ ഒരു വീഡിയോയിൽ സുരേഷ് ഗോപി വളരെ വ്യക്തമായി പറയുന്നത്. സുരേഷ് ഗോപി ഒരുപാട് കാര്യങ്ങൾ സുരേഷ് ഗോപിയിലുണ്ട്. നാളെ സുരേഷ് ഗോപിയുടെ വേറൊരു വീഡിയോസും കൂടി എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട്. ആ വീഡിയോസ് നാളെ എന്തായാലും നിങ്ങൾക്ക് ഏകദേശം ഒരു 8 മണിയാകുമ്പോൾ ഞാൻ റിലീസാക്കുന്നതായിരിക്കും. സുരേഷ് ഗോപിയുടെ ഒരുപാട് ഇതുപോലത്തെ പല മുഖങ്ങളും തുറന്നു കാണിക്കേണ്ടതുണ്ട്. എന്നാലും ഈ വ്യത്യസ്തമായ ഒരുപാട് ആശയങ്ങളുമായി ഞാൻ വരുന്നതായിരിക്കും. നമ്മുടെ മോഡിജി കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പ്രസ്താവനകളൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നതായിരിക്കും. നിങ്ങൾ ഓരോ ജനങ്ങളും തീരുമാനിക്കണം നിങ്ങൾ ഏതിന് വോട്ട് ചെയ്യണമെന്നുള്ളത്. എന്തായാലും നാളത്തെ ഒരു വീഡിയോയുമായി നാളെ കാണാം.